അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴക്കൂമ്പ് അതിന്റെ കൂടെ തൊമരപ്പരിപ്പ് ഇതും കൂടെ വെച്ചാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വാഴക്കൂമ്പ് മാത്രം വെച്ച് നമ്മളൊരു തോരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അതിനേക്കാളും വ്യത്യസ്തമാണ്. ഇത് നമ്മൾ തോരപ്പരിപ്പ് കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ കൂമ്പ് അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചേക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ കളർ മാറും. അതിന്റെ കൂട്ടത്തിൽ അത് തന്നെയല്ല, അതിന്റെ അകത്തൊരു നാരുണ്ട്. അപ്പൊ ആ നാര് പോണെങ്കിലും വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്കത് എടുത്തു കളയാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പൊ നമ്മള് തൊമരപ്പരിപ്പ് വെന്ത് വെച്ചിരിക്കുകയാണ്. ഒരു കപ്പില്ല, അര കപ്പ് തൊമരപ്പരിപ്പ് കുക്കറിന്റെ അകത്ത് വേവിച്ചത്. അപ്പൊ നമുക്കിനി കടുക് വറുത്ത് നമ്മുടെ പരിപാടിയിലേക്ക് അങ്ങ് കിടക്കാം. ചീനച്ചട്ടി വെച്ചു, അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മള് വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്ന ഒരു ടേബിൾ സ്പൂൺ ഇല്ല, 3/4 ടേബിൾ സ്പൂണോളം മാത്രമേ എണ്ണ. അപ്പൊ നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായോ? ചൂടായി വരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ സ്പീഡായി പോയി. അതെ, നമ്മുടെ മുളക്, വറ്റലമുളക്, അപ്പൊ അതും കൂടെ നമുക്ക് ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ചിട്ട് വേണം നമുക്ക് ഇടാനായിട്ട്. അപ്പോഴേ ഈ ഇതിന്റെ കൂടെ തന്നെ ഇടാനായിട്ട് നമ്മള് നമ്മുടെ ചുമന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതും കൂടി ഇട്ട് കൊടുക്കാവേ. അതെ, അപ്പൊ ആദ്യം നമുക്ക് മുളക് ഇടാം. അതിനുശേഷം നമ്മുടെ ചുമന്നുള്ളി ഒന്ന് ഇളക്കിയാലോ. കറിയെല്ലാം പൊട്ടി നമുക്ക് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉള്ളി പിന്നെ ഒന്ന് നമുക്കതിനകത്ത് കറിവേപ്പില കൊടുത്തേക്കാവേ. 3-4 തണ്ട് കറിവേപ്പില മാത്രമേ അത്രയ്ക്ക് വലിയ ഇതൊന്നുമല്ല, ചെറിയ കൂമ്പായിട്ടിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്ത് നാര് കാണുമെന്ന് പറഞ്ഞില്ലേ, ഇങ്ങനെ വരുവേ. അപ്പൊ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരുന്നുണ്ടോ. അപ്പൊ അത് പോകാനായിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും വെള്ളത്തിൽ ഇടുന്നത്. അപ്പൊ ഇങ്ങനെ ഒന്ന് തിരുമ്മി കൊടുത്താൽ മതിയേ. അതിന്റെ ആ അധികമുള്ള നാര് പോവും. ഇനി അത് വെള്ളം കളയണം നന്നായിട്ട്. ഇങ്ങനെ കോരിയിട്ട് അങ്ങ് ഒന്ന് ഞെക്കി പിഴിഞ്ഞേച്ചിട്ട് അങ്ങിട്ടേക്കാം. നമുക്കിനി പരിപ്പ് ഇടുന്നില്ല, പരിപ്പ് കഴിഞ്ഞ് വെച്ചേക്കുന്നതല്ലേ. അപ്പൊ നമ്മളിപ്പോ അതിലൂടെ ഒരു 3/4 വേവാകുമ്പോഴത്തേക്ക് വേണം നമുക്ക് പരിപ്പ് ചേർത്തിട്ട്. ഇതൊന്ന് മുഴുവൻ അത് വാരിയിട്ടെ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ ആ കടുക് വറുത്തില്ല അതെല്ലാം ഒന്ന് എല്ലായിടത്തും ആക്കി. ഇപ്പം നമ്മൾ ഉപ്പൊന്നും ഇപ്പം ചേർത്തിട്ടില്ല. ഇപ്പൊ നമ്മളൊന്നും ചേർത്തില്ല. ഇനി നമുക്ക് അരപ്പൊക്കെ പിന്നെ വേണം ചേർക്കാൻ. നമ്മളിതിങ്ങനെ ഒന്ന് കൂട്ടി വെച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ച് ഒരു 3/4 ഭാഗത്തോളം ഇതൊന്ന് വേകട്ടെ. എന്നിട്ട് നമ്മുടെ പരിപ്പും എല്ലാം കൂടെ ചേർത്ത് അരപ്പും ഒക്കെ ചേർത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പൊ ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റാം. നമുക്കപ്പം ഇത് തുറന്നു നോക്കാം അല്ലേ. അതെ, അപ്പം 3/4 ഭാഗം വെന്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള നമ്മളതിന്റെ കൂട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മള് കുറച്ച് തേങ്ങ, 1/4 കപ്പോളം തേങ്ങ ഉണ്ട്, ഒരു 2 വെളുത്തുള്ളിയുടെ, പിന്നെ നമ്മുടെ ജീരകം, നമ്മുടെ നല്ല ജീരകം, പിന്നെ നമ്മൾ എരിവുള്ള മുളക് പൊടിയാണ്. എരിവുള്ള മുളക് പൊടിയാണ്, കാശ്മീരി അല്ല, പക്ഷെ നല്ല കളറാണ് സാധനത്തിന്. മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത്ര സാധനമാണ്. ഇപ്പൊ ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ട് നമ്മുടെ കയ്യിൽ മറ്റേ അമ്മിക്കല്ലൊന്നും ഇല്ല. അത് കാരണം നമ്മൾ ഇതെല്ലാം കൂടെ അങ്ങ് തീരുമ്പോ നമുക്ക് അമ്മിക്കല്ലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ഇടാൻ പറ്റും. ഇതിപ്പോ നമ്മളൊന്ന് കൂട്ടി തിരുമ്മി അങ്ങ് എടുത്താൽ മതി. അപ്പോൾ ആ ചതക്കുന്നതിന്റെ ആ ഒരു രുചിയും കിട്ടും. സംഭവം നല്ല നമ്മൾ ഈ ബാച്ചിലേഴ്സ് ഒക്കെ ആയിട്ട് താമസിച്ചിട്ടുണ്ട്. ചിലപ്പോ ഈ അമ്മിക്കല്ലൊന്നും കാണത്തൊന്നുമില്ല, മിക്സി പോലും കാണത്തില്ല ചിലപ്പോ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അവസരത്തിലും ഒക്കെ നമുക്ക് ഈ സാധനം റെഡിയാക്കാനുള്ളൊരു മാർഗം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ തോരപ്പരിപ്പ് കൂടെ ചേർത്ത്. അതെ, അപ്പൊ എല്ലാം കൂടെ ചേർക്കട്ടെ. അപ്പൊ നമ്മൾ ഉപ്പ് ചേർത്തപ്പോൾ നമ്മൾ തൊമരപ്പരിപ്പിനും കൂടെ ആവശ്യത്തിനാണ് ഉപ്പ് ചേർക്കേണ്ടത്. കാരണം നമ്മൾ ഒന്നും പരിപ്പ് നമ്മള് മറ്റേന്തോ ഉപ്പ് ചേർക്കാതെ നമ്മൾ വേവിച്ചത്. അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് ഇളക്കി കൂട്ടി കൊടുക്കാം. കൂട്ടി കൊടുത്ത് കഴിഞ്ഞിട്ട്
1 മിനിറ്റ് കൂടെ ഒന്നും കൂടെ അടച്ചു വെക്കണം. എന്നാലേ ഉണ്ടല്ലോ ആവിയിലെ സംഭവം എല്ലാം കൂടെ ഒന്ന് അതിന്റെ രുചി എല്ലാം ആവണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കണം. ശരിക്കും ഇളക്കിയിട്ടില്ല. ഇത് നമുക്കൊന്നും കൂടെ അടച്ചു വെച്ചിട്ട് 1 മിനിറ്റ് മതി. കാരണം എല്ലാം വെന്തതല്ലേ. അപ്പൊ ഇനി ഒന്ന് ശരിയായി. അപ്പൊ അതവിടെ ഇരിക്കട്ടെ. 1 മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് തുറന്നു. അപ്പൊ നമ്മുടെ പരിപാടി ഏകദേശം റെഡിയായി കാണും. ശരിയാ, സെറ്റായി. പിന്നെ ഇത് നമുക്കൊന്ന് ഇളക്കി നൂർത്തം കിട്ടേക്കാം. അതിനകത്തുള്ള പരിപ്പ് വെന്തപ്പോൾ ഉണ്ടായിരുന്ന ശകലം വെള്ളമൊക്കെ ഉണ്ടായിരുന്നൊക്കെ എല്ലാം മറ്റി റെഡി ആയിട്ടുണ്ട് സാധനം. നല്ല മണം വരുന്നുണ്ട്. അതെ, അടിപൊളി സംഭവം സെറ്റായി. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഉപ്പൊന്ന് നോക്കാം. നല്ല ചൂടാണ്. ഉപ്പുണ്ടോ? എരി കറക്റ്റാ. ഒരു ശക്കല ഉപ്പിടാണ് സ്വല്പം. കാര്യം നമ്മളെ പരിപ്പിനും എൻ്റെ കൂമ്പിനും കൂടെ കൂടുതൽ ഇത് വേണമല്ലോ. അപ്പൊ നമ്മൾ ഇട്ടപ്പോഴത്തേക്കും ശകലം പറഞ്ഞു. അപ്പൊ ആർക്കാണെങ്കിലും സംഭവിക്കാതെ ഇതാണ് നല്ലത്. ആദ്യം കൂടി പോകുന്നതിനാണ് ഇച്ചിരി കുറഞ്ഞാലും പ്രശ്നമില്ല. കുറയ്ക്കാൻ നമുക്ക് പാടാം. ഉപ്പ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ കൂട്ടിയെടുക്കാൻ നമുക്ക് എളുപ്പം പറ്റും. പക്ഷെ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ കുറയ്ക്കാൻ വലിയ പാടാം. എന്തായാലും സെറ്റായി. പണ്ടോട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായി കൂമ്പുതോരൻ. കൂമ്പുതോരൻ വളരെ നല്ല, വയറിനൊക്കെ നല്ല സംഭവം. പിള്ളേരൊക്കെ ആണെങ്കിലും കഴിച്ചു കഴിഞ്ഞാല് പണ്ടിതൊന്നും കടയിലൊന്നും വാങ്ങിക്കാനൊന്നും കിട്ടത്തില്ല. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ നമുക്ക് വീട്ടിൽ കിട്ടാൻ മാറില്ല. പക്ഷെ നമുക്ക് കടയിൽ പോയി ഇതൊക്കെ സുലഭമായിട്ട്. അപ്പോൾ ഉണ്ടല്ലോ കൂമ്പ് തന്നെത്താനെ നമുക്ക് തോരൻ വെക്കാം. ഇതുപോലെ തേങ്ങയൊക്കെ അരച്ച് നമുക്ക് വെക്കാം. പക്ഷെ പരിപ്പോടെ ചേർത്ത് കഴിയുമ്പോൾ അതിന്റെ വേറെ ലെവലാണ്, വേറൊരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. ഇത് ഇച്ചിരി മുൻപന്തി നിൽക്കുന്നെങ്കിൽ അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലെ പരിപ്പ് ചേർത്ത് ഒന്ന് കൂമ്പ് വാഴക്കൂമ്പൊക്കെ ഇപ്പം എല്ലാ വീടുകളിലും കാണുമല്ലോ സംഭവം. വെച്ച് നോക്കും, അടിപൊളി സാധനം. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ മറ്റേ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ജോലിക്കൊക്കെ പോകുമ്പോഴല്ലേ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ല അടിപൊളി സാധനം. കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്. അതെ, പരിപ്പ് കൂടി ഇട്ടിരിക്കുന്നുണ്ട്, ക്വാണ്ടിറ്റി കൂടും. അപ്പൊ കൂടുതൽ ആൾക്കാരുള്ള വീടുകളിലാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കൂമ്പുണ്ടാക്കി നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ ആവശ്യത്തിന് കഴിക്കാനുള്ള സാധനമാകും. അപ്പൊ എല്ലാവരും നിന്ന് റെഡിയാക്കി നോക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. പിന്നെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായവും നിർദ്ദേശവും ഒക്കെ ഒന്ന് കമന്റ് ഇടുക. എത്ര പേർക്ക് കൂമ്പൊക്കെ തോരനൊക്കെ വെക്കാൻ ഇഷ്ടമുണ്ട്? അതെ അതെ അതെ, കൂമ്പ് തോരൻ വെക്കാൻ ഇഷ്ടമില്ലാത്തത്, കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ല. ഇത് വെച്ച് എന്തൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാം. കട്ട്ലറ്റ് ഉണ്ടാക്കാം, എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാം. ഇതാകുമ്പോൾ സിമ്പിൾ സംഭവം. അപ്പം എന്താ പറയുന്നത്, അടുത്ത നല്ല ഒരു വ്യത്യസ്തമായ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.